മാത്യു കുഴൽനാടൻ എല്ലാ കോടതികളിൽ നിന്നും തോറ്റു. മുഖ്യമന്ത്രിക്കും മകൾക്കും കുടുംബാംഗങ്ങൾക്കുമെതിരായി അഴിമതി ആരോപണം ഉന്നയിച്ചിട്ട് പോലും തെളിയിക്കാൻ കഴിഞ്ഞില്ല. വിജിലൻസ് കോടതി, ട്രിബ്യൂണൽ, മൂവാറ്റുപുഴ, അതുപോലെ തന്നെ തിരുവനന്തപുരത്തെ കോടതി, ഹൈക്കോടതി, എല്ലാ കോടതികളിലും മാത്യു കുഴൽനാടന് നൽകിയ ഹർജി തള്ളി. സുപ്രീം കോടതിയിൽ നിന്നും തിരിച്ചടിയുണ്ടായി. ജുഡീഷ്യൽ ഫോറത്തിൽ നിന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത് തെളിവ് എവിടെ എന്നായിരുന്നു. തെളിവൊന്നും ഹാജരാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, കോടതി വിധി അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അപ്പം മാസപ്പടി എന്ന ആരോപണം ഉന്നയിച്ച് മനോരമയും മാത്യു കുഴൽനാടനും മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും എതിരായി ഉന്നയിച്ച ആരോപണം കെട്ടിച്ചമച്ചതാണ്. മുഖ്യമന്ത്രിക്കെതിരായി തുടർച്ചയായി നടത്തുന്ന വലതുപക്ഷ മുന്നണിയുടെ ആക്രമണത്തിൻ്റെ ഭാഗമാണത്. അവർ കൊടുത്ത എല്ലാ കേസുകളും പരാജയപ്പെടുകയാണ്. ഇപ്പോൾ വികസനത്തിനെതിരായി കൊടുത്ത കേസുകളായിരുന്നു. ഒന്ന്, കിഫ്ബിക്കെതിരായി നൽകിയ ഹർജി, മുൻ പ്രതിപക്ഷ നേതാവ്, അത് തള്ളി. കെ ഫോണിനെതിരായ ഹർജി, അതും കോടതി തള്ളി. അതുകൊണ്ട് വികസനത്തിനും ക്ഷേമത്തിനും അവരെതിരാണ്. വ്യാജ ആരോപണം ഉന്നയിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്കെതിരായി ആക്ഷേപങ്ങൾ നിരത്തുന്നതും കോടതിയിൽ നിന്ന് അവർ തോറ്റിരിക്കുകയാണ്. ജനങ്ങളുടെ മുമ്പിലും തോറ്റു. അതാണ് സംഭവിച്ചത്. അദ്ദേഹത്തിന് തുടരാലോ. നിഴലിനോടുള്ള പോരാട്ടം അദ്ദേഹത്തിന് തുടരാം. അതല്ലാതെ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള പോരാട്ടം നടത്താൻ കഴിയില്ല. ജനങ്ങൾ തിരസ്കരിച്ചു.